വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. ചികിത്സയിലിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി മൃദുലാണ് മരിച്ചത്. ജൂൺ 24-നാണ് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതോടെ 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 3. ഇവരുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, ഏറെ നാളായി ചികിത്സയിലായിരുന്നപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്. മറ്റു വിവരങ്ങളും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ മൃദുൽ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി കുട്ടി അത്യാസന്ന നിലയിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇത്തരത്തിൽ 3 കുട്ടികളാണ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരിക്കുന്നത്. ഇതിലൊരു 13 വയസ്സുകാരി കണ്ണൂർ സ്വദേശി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇത്തരത്തിൽ മരിച്ചത്. 1 മാസം മുമ്പ് മലപ്പുറത്തുള്ള 5 വയസ്സുകാരിയും ഇത്തരത്തിൽ മരണപ്പെട്ടിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ മാസത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കുളത്തിൽ കുളിച്ച് രാമനാട്ടുകരയിലെ അച്ഛൻ കുളത്തിൽ കുളിച്ചതിന് ശേഷം 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. തുടർന്ന് കടുത്ത തലവേദനയും ഛർദ്ദിയും മൂലം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ കുറിച്ച് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് 90% മരണസാധ്യത നിലനിൽക്കുന്ന ഒരു രോഗം തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തേണ്ട കാര്യമുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യം ഒഴിവില്ല. കാരണം ഇത് പകർച്ചവ്യാധിയല്ല, ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പകരില്ല. പക്ഷേ ഇത്തരത്തിൽ കുളിക്കുന്ന സമയങ്ങളിൽ, അതായത് കുളത്തിലോ മറ്റ് സ്വിമ്മിംഗ് പൂളുകളിലോ കുളിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും മൂക്കിലൂടെ വെള്ളം കയറാതിരിക്കാനുള്ള ശ്രദ്ധ പുലർത്തണം. കാരണം മൂക്കിലൂടെയാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തലച്ചോറിലേക്ക് ഈ വൈറസ് എത്തുന്നത്. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്ന് രാവിലെ വരുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ബോധവൽക്കരണ പരിപാടികളിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഈ മൂക്കിലൂടെ തലച്ചോറിലെത്തി ഈ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇത് തലച്ചോറുകളിലെ കോശങ്ങൾ നശിപ്പിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം മൂർച്ഛിക്കുന്ന ഒരു സാധ്യത ഉണ്ടാവും. ഈ 5 ദിവസത്തിനകം തന്നെ രോഗലക്ഷണം കാണിക്കുകയും ചെയ്യും. എന്തായാലും ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ജാഗ്രതകളൊന്ന്, ഇത്തരത്തിൽ കുളിക്കുന്ന സമയങ്ങളിൽ മൂക്ക് കുത്തുകയോ അല്ലെങ്കിൽ മൂക്കിലൂടെ വെള്ളം കയറാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയോ ചെയ്യണമെന്നുള്ള നിർദ്ദേശം എന്തായാലും പുറപ്പെടുവിച്ചിട്ടുണ്ട്.